നമസ്കാരം. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് COP29 കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഗോളതാപനത്തിന്റെയും ദുരിതഫലങ്ങൾ ലോകത്തെ ബാധിക്കുന്നതിൽ നിന്ന് മാനവരാശിയെ രക്ഷിക്കുക എന്നുള്ള സങ്കല്പത്തോടുകൂടി കഴിഞ്ഞ 29 വർഷമായി ലോകത്ത് നടക്കുന്ന വലിയ സമ്മേളനമാണ് ഈ COP. ഇപ്പൊ അസർബൈജാനിൽ COP29 കഴിഞ്ഞു. നമ്മൾ 29 കഴിഞ്ഞപ്പോ ഇന്ത്യയെ സംബന്ധിക്കുന്ന ഒരു സൂചകത്തിൽ അല്പം നിരാശയുണ്ട്. നമുക്ക് ഇത് പറയാതെ പോകാനാവില്ല. 2024 COP28 കണക്കുകൾ പ്രകാരം നമ്മൾ ഈ ആഗോളതാപനത്തെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും മാറ്റുന്നതിൽ കാലാവസ്ഥാ വ്യതിയാന പ്രവർത്തന സൂചിക എന്നൊരു ഇൻഡെക്സ് ഉണ്ട്. ക്ലൈമാറ്റ് ആക്ഷൻ ഇൻഡെക്സ്, ക്ലൈമാറ്റ് ചേഞ്ച് ആക്ഷൻ ഇൻഡെക്സ്. ഇതിൽ നമ്മൾക്ക് 7ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു 2023, അതായത് കഴിഞ്ഞ COP സമ്മേളനം COP28 നടക്കുമ്പോൾ അവിടെ നിന്ന് 3 റാങ്കും കൂടി താഴോട്ട് പോയി 10ാം റാങ്കിലേക്ക് പോയി. 7ാം സ്ഥാനത്ത് നമ്മൾ 10ാം സ്ഥാനത്തേക്ക് പോയി. അങ്ങനെ നമുക്ക് സ്ഥാനം മാറിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ താഴേക്ക് പോയി എന്നാണ്. ആ താഴേക്ക് പോയി എന്ന് പറയുന്നത് ശരിയല്ല. പോയി എന്ന് പറയുന്നതല്ല ശരി, പോയത് ശരിയല്ല. നമുക്ക് തീർച്ചയായിട്ടും മറ്റ് വിദേശ രാജ്യങ്ങൾ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് വികസന രാജ്യങ്ങളേക്ക് എടുക്കുമ്പോൾ അവർ വളരെ വളരെ വ്യത്യസ്തമാണ്. പല റാങ്കിങ്ങിലൊക്കെ വളരെ താഴെയാണ് അവർ, സമ്മതിച്ചു. ഇപ്പൊ അമേരിക്കയൊക്കെ 57ആണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ മുകളിൽ തന്നെയാണ്. പക്ഷേ മറ്റ് പല രാജ്യങ്ങളുടെയും കണക്കെടുക്കുമ്പോൾ 2025 കണക്ക് വരുമ്പോഴാണ് ഇന്ത്യ ഡെൻമാർക്കിന്റെയും നെതർലാൻഡ്സിന്റെയും UK-യുടെയും ഫിലിപ്പൈൻസിന്റെയും മൊറോക്കോയുടെയും നോർവേയുടെയും ഒക്കെ പിറകിലാണ് ഇന്ത്യ. അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഒരുപാട് രാജ്യങ്ങൾ ഹരിതഗ്രഹ പ്രഭാവത്തിന്റെ കാര്യങ്ങളിലൊക്കെ അതിന്റെ സ്കോർ എടുക്കുമ്പോഴും കണക്കെടുക്കുമ്പോഴും ഒക്കെ നമ്മൾ പിറകിലേക്ക് പോവുകയാണ്. പ്രകൃതി സംരക്ഷണത്തിന്റെ കാര്യത്തിൽ 190 രാജ്യങ്ങളുടെ കണക്കെടുത്തപ്പോൾ അതിൽ 187ാമത്തെ സ്ഥാനമാണ് നമുക്കുള്ളത്. നമ്മൾ ഒരു വശത്ത് പുരോഗമിക്കുന്നു, ഇന്ത്യ പുരോഗമിക്കുന്നു, ലോകമാകെ അംഗീകരിക്കുന്നു, ഒരു വശത്ത് പോകുന്നു എന്ന് നാം പറയുന്നു. തീർച്ചയായും നടക്കട്ടെ. പക്ഷെ പ്രകൃതി സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, നദികളുടെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, ഡൽഹി ഉൾപ്പെടെയുള്ള മലിനീകരണം കുറയ്ക്കുന്ന കാര്യത്തിൽ, യമുന നദിയുടെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, ഈ ആഗോള റാങ്കിങ്ങിന്റെ കാര്യത്തിൽ COP29 വന്ന റാങ്കിംഗ് ലിസ്റ്റിൽ നേരത്തെ 7ാം സ്ഥാനത്തുണ്ടായിരുന്നു, നമ്മൾ 10ാം സ്ഥാനത്തേക്ക് പോയത്. ദാരിദ്ര്യന്മാരുടെ പട്ടിക എടുക്കുമ്പോൾ അവിടെയും നമ്മൾ വളരെ ദരിദ്രന്മാരുടെ എണ്ണത്തിൽ നമ്മൾ മുന്നിൽ നിൽക്കുന്നത് ഒക്കെ വലിയ സൂചകങ്ങളാണ്. ദാരിദ്ര്യവും പരിസ്ഥിതിയുമായി വലിയ ബന്ധമുണ്ട്. ഇവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൂടുന്നതിനനുസരിച്ച് ദാരിദ്ര്യവും കൂടും. അത് വളരെ ഗൗരവമായൊരു വിഷയമാണ്. എൻവയോൺമെന്റ് ആൻഡ് പോവർട്ടി, രാജ്യത്തെ ദാരിദ്ര്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാവുക. പരിസ്ഥിതിക്ക് പ്രശ്നം ഉണ്ടാകുന്നതനുസരിച്ച് ദാരിദ്ര്യത്തിന്റെ തോതും വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ വളരെ അടിയന്തരമായി ഭാരതം ശ്രദ്ധിക്കേണ്ടുന്ന, ഇന്ത്യ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഈ ലോക റാങ്കിങ്ങിൽ നമ്മൾ പുറകോട്ട് പോയ കാര്യങ്ങളും. അതുപോലെ തന്നെ ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ നിൽക്കുന്ന, ഏറ്റവും പിറകിൽ നിൽക്കുന്ന, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന കാര്യത്തിൽ വളരെ പിറകിലാണ് നമ്മൾ. പ്രകൃതി സംരക്ഷണത്തിന്റെ കാര്യത്തിലും വളരെ പിറകിലാണ്. അതൊക്കെ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കണം. നാം ഒരു വശത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വലിയ വളർച്ച കൊണ്ട് ചന്ദ്രനിലും സൂര്യനിലും ഒക്കെ എന്തുണ്ടെന്ന് അറിയാൻ പടയോട്ടം നടത്തുകയാണ്. അത് നല്ല കാര്യം, ഒരു വശത്ത് നടക്കട്ടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൊണ്ട്. പക്ഷെ മറുവശത്ത് ദാരിദ്ര്യത്തിന്റെ മേഖലയിൽ, പരിസ്ഥിതി സംരക്ഷണത്തിന്റെ മേഖലയിൽ, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണത്തിന്റെ മേഖലയിൽ നമ്മളുടെ ഇൻഡെക്സ് ശുഭസൂചകമല്ല. അത് മാറുന്നത് നല്ല ലക്ഷണവുമല്ല. അപ്പൊ തീർച്ചയായിട്ടും
ഇന്ത്യയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ മാറ്റം വരുന്നതിനെ പ്രതിരോധിക്കുന്നതിനുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതാണ്. തീർച്ചയായും നമ്മളത് വലിയ മാറ്റമാണ് ആ രംഗത്ത് നാം കൊണ്ടുവരേണ്ടത്. അപ്പോ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്ലൈമാറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്, കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധിയായിട്ട് തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ഈ ആഗോള ഹരിതഗ്രഹ പ്രഭാവം അല്ലെങ്കിൽ കാലാവസ്ഥയെ മാറ്റമുണ്ടാക്കുന്ന ഹരിതവാതകങ്ങൾ ഒരുപാട് പുറത്തുവിടുന്നത് വികസന രാജ്യങ്ങളാണ്. ചൈനയായാലും അമേരിക്ക അടക്കമുള്ള വികസന രാജ്യങ്ങളാണ് കൂടുതൽ. തീർച്ചയായിട്ടും അവരുടെ വികസന കാഴ്ചപ്പാടുകളും കൊണ്ട് പ്രതിസന്ധിയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ട്രംപ് വന്നപ്പോൾ ട്രംപ് പറയുന്നത് കുഴിക്കുക, കുഴിക്കുക, വീണ്ടും കുഴിക്കുക, പരമാവധി കുഴിക്കുക, പരമാവധി ഭൂമി ഉപദ്രവിക്കുക എന്നുള്ള നിലയിലാണ്. ബൈഡൻ കുറച്ചുകൂടി പരിസ്ഥിതി സൗഹൃദമായി ചിന്തിക്കുന്ന ആളാണ്. ട്രംപ് ഒന്നും അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല. അതുപോലെ തന്നെ ലോകത്തിന് വികസ്വര രാജ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഫണ്ട് വലിയ പ്രശ്നമാണ്. കുറഞ്ഞ തുകയാണ് മാറ്റിവെച്ചിരിക്കുന്നത്, വലിയ തുകയാണ് ആവശ്യം വേണ്ടി വരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഈ തുകയ്ക്കപ്പുറം എല്ലാ രാജ്യങ്ങളും, അത് വികസിത രാജ്യമാവട്ടെ, വികസിത രാജ്യമാകട്ടെ, അവികസിത രാജ്യമാവട്ടെ, ആഫ്രിക്കൻ രാജ്യങ്ങളാകട്ടെ, എല്ലാ രാജ്യങ്ങളും പുതിയൊരു ഹരിത രാഷ്ട്രീയത്തെക്കുറിച്ചും ഹരിത സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും ചിന്തിക്കണം. ഉപഭോഗം എന്നിങ്ങനെ പറഞ്ഞു പോയി ഞങ്ങൾ ഉപഭോഗം കുറയ്ക്കത്തില്ല, വേറെ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് ഈ ഭൂമിയെ മൊത്തത്തിൽ കണക്കാക്കിയിട്ട് ആ രാജ്യങ്ങൾക്ക്, വികസ്വര പാവപ്പെട്ട രാജ്യങ്ങൾക്ക് ഞങ്ങൾ പൈസ തരാം, നിങ്ങൾ ചെടി വെച്ചോളൂ, മരം വെച്ചോളൂ, കാർബണെ കുറച്ചോളൂ, മീഥേനെ കുറച്ചോളൂ എന്ന് പറയുന്നതിന് പകരം ലോകമാകെ ഒന്ന് മാറി ചിന്തിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ട സമയമായി. ഗാന്ധിജി പറയുകയുണ്ടായല്ലോ, എർത്ത് ഓർ നാച്ചർ പ്രൊവൈഡ്സ് എവരി മാൻസ് നീഡ്, നോ മാൻസ് ഗ്രീഡ്. അവരുടെ അത്യാഗ്രഹത്തിനുള്ളതല്ല ആവശ്യത്തിനുള്ളത് ഉണ്ടെന്നാണല്ലോ. മാർക്സ് പറഞ്ഞ എന്താ? കാറൽ മാർക്സ് പറഞ്ഞ വരുന്ന തലമുറയിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ് ഈ ഭൂമി. ഏംഗൽസ് പറഞ്ഞ എന്താ? ഏംഗൽസ് പറഞ്ഞത് ഈ ഭൂമിയിൽ നാം ഏർപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ തുടരുന്നതോടൊപ്പം തന്നെ പ്രകൃതിയിൽ നമ്മൾ ഏൽപ്പിക്കുന്ന ആഘാതത്തിന് പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും പ്രകൃതി തിരിച്ചു തരുന്നത്. അത് ചിലപ്പോൾ നമുക്കും തലമുറകൾക്കും താങ്ങാവുന്നതല്ല എന്നാണ് ഏംഗൽസ് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച്, പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് മഹാരഥന്മാരും തത്വശാസ്ത്രകാരും ഒക്കെ പറഞ്ഞു വെച്ചിട്ട് പോയി. ഗുരുദേവൻ, ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ആളുകൾ, ചട്ടമ്പിസ്വാമിയെ പോലുള്ള ആളുകൾ, എല്ലാവരും മഹാരഥന്മാരും ആചാര്യന്മാരും എല്ലാം പ്രകൃതി സംരക്ഷിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടാണ് പോയത്. പക്ഷെ നമുക്ക് അങ്ങനെ ചിട്ടപ്പെടുത്തിയ ഒരു ജീവിതം കൊണ്ടുവരാൻ മാനവരാശിക്ക് കഴിയുന്നില്ല. അങ്ങനെ മാനവരാശിക്ക് ഈ ഒരു ചിട്ടപ്പെടുത്തൽ ഇല്ലാത്തതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഹരിതഗ്രഹ വാതകത്തിന്റെ കൂടുതലും ഒരു ഉപഭോഗ സംസ്കാരത്തിലേക്ക് തന്നെ ലോകം പോകുന്നത്. ആ ഉപഭോഗ സംസ്കാരത്തിൽ നിന്ന് പിറകിലോട്ട് വന്ന് കുറെ കൂടി പ്രകൃതിയെ സംരക്ഷിക്കുന്ന നയങ്ങൾ ഉണ്ടാവണം. ഇപ്പൊ ഭാരത സർക്കാരും കേരള സർക്കാരും ഒക്കെ അതിനുള്ള നയങ്ങൾ രൂപീകരിക്കണം. നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഈ റാങ്കിങ്ങിലൊക്കെ നമ്മൾ പിറകിലോട്ട് പോയി, ഒരുപാട് പിറകിലോട്ട് പോയി. അവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് പോകുന്നത് എങ്ങനെ? അത്തരത്തിലുള്ള ചിന്തകളാണ് അടുത്ത സമ്മേളനങ്ങൾ വരുമ്പോൾ, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 30 വരുമ്പോൾ വീണ്ടും അടുത്ത സമ്മേളനം വരാൻ പോവുകയാണ് അടുത്ത വർഷം. അവിടെയും നമ്മൾ പിറകിലോട്ട് പോകാതെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെ നമുക്ക് നയിക്കാമെന്ന് മാത്രം ചിന്തിക്കുക. തീർച്ചയായിട്ടും ദാരിദ്ര്യവും പരിസ്ഥിതിയുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ട്. രാജ്യത്തെ പാരിസ്ഥിതിക ദുരന്തം ഒരുപാട് പാരിസ്ഥിതിക അഭയാർത്ഥികളെയാണ് സൃഷ്ടിക്കുന്നത്. അത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുന്ന, പ്രകൃതി വിഭവ സംരക്ഷണം കൂടി ഉറപ്പുവരുത്തുന്ന, അതിലൂടെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്ന പുതിയ വികസന കാഴ്ചപ്പാടുകളും, അതിലൂടെ പുതിയൊരു ഇന്ത്യയെക്കുറിച്ചും ലോകത്തിന്റെ മുന്നിൽ നമ്മുടെ റാങ്കിങ്ങിൽ, നമ്മുടെ ഈ കാഴ്ചപ്പാടിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇനിയുള്ള നാളുകളിൽ നാം ഏർപ്പെടേണ്ടത്.